കണ്ടിരിക്കുന്ന പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന എന്റർടൈനറായും ബോക്സ് ഓഫീസിൽ മിനിമം ഗ്യാരണ്ടി നൽകുന്ന സ്റ്റാറായും ഇക്കാലയളവിൽ നെസ്ലൻ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 4 സിനിമകളിൽ 3 സൂപ്പർ ഹിറ്റ് ആക്കാൻ നെസ്ലനായി. അതിൽ നിന്ന് കൊയ്ത കളക്ഷൻ ആകട്ടെ 400 കോടിക്ക് മുകളിൽ. പ്രേമല് 130 കോടി, ജിംഖാന 70 കോടി, കുതിപ്പ് തുടരുന്ന ലോക 200 കോടിക്ക് മുകളിൽ. ആകെ പരാജയമായത് അയാം കാതലൻ മാത്രം. ഇൻഡസ്ട്രിയിലെ മറ്റു പല താരങ്ങളും കൊതിക്കുന്ന നമ്പറുകളാണ് ചുരുങ്ങിയ സിനിമകൾ കൊണ്ട് നസ്ലിൻ ഉണ്ടാക്കിയെടുത്തതെന്ന് സാരം. ടെക്നീഷ്യൻസും കണ്ടന്റും കല്യാണിയും കയ്യടി നേടുമ്പോൾ ലോകയുടെ കുതിപ്പിൽ നസ്ലിനെ തഴിയുന്നവരെയും കാണാനാകും. ശരിക്കും അതിന്റെ ആവശ്യം എന്താണ്? അയാളുടെ സ്റ്റാർഡവും പെർഫോമൻസും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്നതാണ് റിയാലിറ്റി. തുടർ വിജയങ്ങൾ സ്വന്തമാക്കുമ്പോൾ ചർച്ചയാകുന്ന മറ്റൊന്നുകൂടിയുണ്ട്, നസ്ലന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ. അധികം പറഞ്ഞു കേൾക്കാത്ത എന്നാൽ കരിയറിനെ ഏറെ സ്വാധീനിച്ച ഒന്ന്. സൈഡ് റോളുകളിൽ നിന്ന് നായക റോളിലേക്ക് എത്തുമ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ടതും ആ സെലക്ഷനാണ്. സച്ചിനും ജോജോയും സണ്ണിയും എല്ലാം മനോഹരമാകുന്നത് അവരുടെ ക്യാരക്ടർ ആർക്ക് കൊണ്ടുകൂടിയാണ്. ജിംഖാനയിലെ ജോജോ നസ്ലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലീഷേ ബ്രേക്കിംഗ് ആയിരുന്നു. എപ്പോഴും വിജയശ്രീ ലാളിതനാകുന്ന നായകൻ എന്ന ക്ലീഷയെ പൊളിച്ചെഴുതുന്ന നായക കഥാപാത്രം. അതാണ് സിനിമയിലേക്ക് അടുപ്പിച്ചതെന്നും ജിംഖാന തനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണെന്നും അത് ജീവിതത്തിൽ ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും നെസ്ലിൻ ഈയിടെ പറഞ്ഞിരുന്നു.